ഏതായാലും ഒത്തിരി സന്തോഷം. ഇങ്ങനെയുള്ള ഒരു വിടവില്ലാത്ത ഒരു സമൂഹത്തിൻ്റെ കൂടെ നിൽക്കുന്നതിൽ. പിന്നെ ഈ പറഞ്ഞതൊന്നും ശരിയല്ല കേട്ടോ. ഞാൻ ആരുടെയും പേരിൽ കരുണ തോന്നിയോ ആദിവാസികളുടെ പേരിൽ ദയ തോന്നിയോ അല്ല. ഞാൻ പ്രണയിച്ചു. ആ പ്രണയ വഴിയെ അങ്ങ് പോവുകയായിരുന്നു. ഇവിടെ ഈ കിളവി പ്രണയിക്കാൻ പോയത് എന്ന് ഓർക്കുന്നുണ്ടായിരിക്കും. പക്ഷെ ഞാൻ 3-ാം വയസ്സിലാണ് പ്രണയിച്ചത്. അത് സ്ട്രോങ് ആൻഡ് പാഷനേറ്റ് ആയിരുന്നു. എനിക്കിന്നും ആ സീൻ വളരെ ക്ലിയറാണ്. എൻ്റെ പപ്പ ഒത്തിരി നാൾ ജയിലിലുമൊക്കെ ആയിരുന്നു. ഞങ്ങൾ 2 ഇരട്ടകളാണ്. കൊച്ചിയിലാണ് 3 വയസ്സ് വരെ വളർന്ന കാരണം 7-ാം മാസത്തിലുണ്ടായി ജീവൻ പോലും ഇല്ലാതെ കിടന്നത് ജീവിപ്പിച്ചു. പപ്പ വന്ന് നാട്ടിലേക്ക് കൊണ്ടുവരുന്ന ആ യാത്രയാണ് എൻ്റെ യാത്രയുടെ തുടങ്ങി. എന്നിട്ട് രാത്രിയിൽ കഥ പറഞ്ഞപ്പം പറഞ്ഞു, ഗാന്ധിയപ്പൂപ്പൻ കോട്ട് വലിച്ചൂരി എറിഞ്ഞിട്ട് ഒരു കുഞ്ഞ് മുണ്ട് കൊടുത്ത് ഒരു പോപ്പും പറിച്ച് നിധിയടിയിട്ട് നടന്നു ഒരു വലിയ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിലേക്ക് എങ്ങാൻ. അവിടെയാണ് എൻ്റെ പ്രണയം തുടങ്ങുന്നത്. അന്ന് വരെ എനിക്ക് ഒരു നാച്ചുറൽ ഡിറ്റാച്ച്മെൻറ്റ്, വീട്ടിലെ സൗകര്യങ്ങൾ അതിനോടൊക്കെ ഒരു മാറ്റം, പിന്നെ കൂടുതൽ അട്രാക്ഷൻ വേറെ ചില കാര്യങ്ങൾ. അങ്ങനെയാണ് ഞാൻ ഈ വഴിയിലെത്തിയത്. അതെനിക്ക് ശരിക്കറിയാം. പ്രണയിച്ചിട്ടുള്ളവരൊക്കെ ആ വഴി മനസ്സിലാവുള്ളൂ. അത്രയും സ്ട്രോങ് ആയിട്ടൊരു പ്രണയം ഉണ്ടെങ്കിൽ വേറെ ഒന്നും ടിക്കിൾ ചെയ്യുകയില്ല, ഒന്നിലോട്ടും പോവുകയില്ല. അതങ്ങനെ ഇവിടെ വരെ ഇങ്ങനെയെങ്കിലും എത്തി, ഇടയ്ക്കൊന്നും മാറാതെ. അതിന് ഒരുപാട് പേര് കാരണക്കാരുണ്ടായിരിക്കാം. അങ്ങനെയാണ് ഞാനിവിടെ എത്തിയത്. പിന്നെ ഇന്നലെ എനിക്ക് ഒത്തിരി മനപ്രയാസം, ഞാൻ കരയുകയും ചെയ്തു. ഈ പരിപാടി മാറ്റിവെക്കാം, ഇവിടെ പ്രളയം അത് ഇതൊക്കെ കേൾക്കുന്നു. കാരണം ഞാൻ എൻ്റെ ജീവിതകാലം മുഴുവനും 17-ാം വയസ്സിൽ വീട് വിട്ടു. ഈ പ്രണയ വഴി അന്വേഷിച്ച് വഴി അറിയില്ല. അപ്പം ഒന്നിങ്ങനെ ചാടിയൊരു പോക്കായിരുന്നു. ഒരു കന്യാസ്ത്രീയാണെന്ന് നോക്കി ഫസ്റ്റ് ഡേ ഐ സെഡ് ദിസ് ഇസ് നോട്ട് ദ പ്ലേസ് ഫോർ മീ. അങ്ങനെ ഞാൻ മാറി നടന്ന എല്ലാ ദുരന്തങ്ങളിലും, ഇന്ത്യയിലും ബംഗ്ലാദേശിലും ഹ്യൂമൻ മെയ്ഡ് ആൻഡ് നാച്ചുറൽ എല്ലാ ദുരന്തങ്ങളിലും ഞാൻ ജോലി ചെയ്തിട്ടുണ്ട്. ഒന്ന് മാത്രം എനിക്ക് സാധിക്കാതെ വന്നു. അത് കഴിഞ്ഞ വർഷത്തെ വയനാട്. അവിടെ ഞാൻ പോകാൻ അധികാരികളോട് ചോദിച്ചപ്പം പറഞ്ഞു അനുവാദമില്ല. ഞാനൊരു വോളണ്ടിയറായിട്ട് എന്തും ചെയ്യാൻ തയ്യാറായിട്ടാണ് അനുവാദമില്ല. കൺട്രിബ്യൂഷൻ ഉണ്ടായിരുന്നു നേരെ. എൻ്റെ കൺട്രിബ്യൂഷൻ അതായിരുന്നു വർക്ക്. അത് അവിടെ മാത്രമേ ഞാൻ ഫെയിൽ ചെയ്തുള്ളൂ. ഒരിക്കലും എന്നിട്ട് ഒരവസരം കിട്ടിയ ഭാഗത്ത് കയറിയപ്പം അവിടെ വലിയ സദ്യ പോലെ ഒരു സൈഡ്, ഇവിടെ കുട്ടികൾക്ക് വേണ്ടിയിട്ട് വേറൊന്ന്, വിച്ച് ഈസ് നോട്ട് അക്കോർഡിംഗ് ടു മൈ ഐഡിയ. ഈ എല്ലാം നഷ്ടപ്പെട്ട കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഗെയിം കൊടുത്ത് മാറ്റി കൊടുത്ത് I couldn't bear. Anyway, I am here now. പിന്നെ ഈ എൻ്റെ സുഖാനാണെങ്കിൽ എനിക്ക് കേരളം ഇഷ്ടമില്ലെങ്കിലും ആദ്യം അവിടെ വന്നപ്പോഴേ ചങ്ക് പൊട്ടി ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയത്. ഒരു പരിപാടി ഉദ്ഘാടനം വിളിച്ചെങ്കിലും I said I will come and see the area. തകർന്നെന്ന് പറഞ്ഞാൽ I couldn't imagine കേരളത്തിൽ ഇങ്ങനെയൊരു സംഭവം. ആ വീടുകൾ കുറച്ച് കയറി ഇറങ്ങിയതേ ഉള്ളൂ. അന്ന് ഞാൻ എഴുതിയ ഒരു പാട്ടും ഒരു വീഡിയോയും ഉണ്ട്, നെറ്റിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ കിട്ടാം, ദയവായി മലയാളം സോങ്. ഇതൊക്കെയാണ് ഇവിടുത്തെ സംഭവം. ഏതായാലും ഇങ്ങനെ വരാനും ഇങ്ങനെ ഒരു പരിപാടി വന്ന് ഒരുപാട് പേരുടെ സഹകരണവും ഒരു പുഷുമൊക്കെ കിട്ടി പോകുമ്പോൾ ഐ തിങ്ക് തിങ്സ് വിൽ ബി ബെറ്റർ. കാസർഗോഡിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഒരു സ്ഥലം പോലും ഇല്ല, ഒരു ബിൽഡിംഗ് ഇല്ല, ഒത്തിരി വലിയ പ്ലാനുകളുണ്ട് മനസ്സിൽ. അത് നടക്കുമെന്നൊക്കെ പ്രതീക്ഷിക്കുന്നു. എല്ലാവരുടെയും പ്രാർത്ഥനയും സഹകരണവും ആവശ്യപ്പെടുന്നു. അത്രയൊക്കെ എനിക്ക് പറയാനുള്ളൂ. അതിൻ്റെ ഒരു ഇൻഫർമേഷൻ കേട്ടില്ലേ, ഞാൻ പ്രണയിച്ചു തുടങ്ങിയെന്ന് പറഞ്ഞു. കോത്ത് വലിച്ചൂരി എറിഞ്ഞ് മുണ്ട് മാത്രം ഉടുത്ത് നെരിയടിയമായി നടന്ന ഗാന്ധിയെക്കുറിച്ച് കേട്ടപ്പോഴുണ്ടായ പ്രണയമാണ്. ഗാന്ധിയോടല്ല, അദ്ദേഹം ചെയ്ത കാര്യങ്ങൾ നടന്നു വന്ന. ഞാൻ കേട്ടിട്ടില്ല ഇങ്ങനൊരു വ്യാഖ്യാനം. ചെയ്ത കാര്യങ്ങളെക്കുറിച്ചാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, ഞാനടക്കം.
എപ്പോഴും ചെയ്ത കാര്യങ്ങളെക്കുറിച്ചല്ല പറയുന്നത്, ഇനിയും ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നാണ് പറയുന്നത്. ഒരുപാട് കാര്യങ്ങൾ. ഞാൻ നോക്കുമ്പോൾ അവരോട് എങ്ങനെയാണ് നമുക്ക് നീതി പുലർത്താൻ കഴിയുക? ഒരു കാര്യം ഉറപ്പായിട്ട് ചെയ്യും. എൻഡോസൾഫാൻ്റെ കാര്യത്തിൽ പറഞ്ഞിരിക്കുന്ന വാക്ക് 100% പാലിക്കും. എന്താണ് ഈ അമ്മ പറഞ്ഞിരിക്കുന്ന ആ കാര്യത്തിൽ അതെല്ലാം ചെയ്യും. എത്രയും പെട്ടെന്ന് നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. എല്ലാം വളരെ ചെയ്യും. ഒരു കുട്ടിക്ക് പോലും അവിടെ ചികിത്സ കിട്ടാതെ അല്ലെങ്കിൽ പ്രയാസപ്പെടുന്ന ഒരവസ്ഥ ഉണ്ടാക്കില്ല. കാരണം ഞാനും പല പ്രാവശ്യം അവിടെ സന്ദർശിച്ചപ്പോഴാണ്. ഈ സമരത്തിൻ്റെ കൂടെ ഞാൻ എപ്പോഴും പോകുമായിരുന്നു. ഞാൻ പോയിരുന്നത് കാണാൻ വേണ്ടിയിട്ടാണ് പോയിരുന്നത് എപ്പോഴും. ഞാൻ പറഞ്ഞല്ലോ, കണ്ടാലും മതി വരില്ല എന്ന് പറയുന്നത്, സംസാരിച്ചാലും മതി വരില്ല. ഇപ്പം എന്നോട് വന്നപ്പോൾ പറഞ്ഞ് ഞാൻ മാറ്റി വയ്ക്കാൻ പോയത്. ഞാൻ എന്തിനാ മാറ്റി വയ്ക്കാൻ പോയത്? പ്രളയം നടക്കുമ്പോൾ മുഖ്യമന്ത്രി ഇവിടെ വന്ന് സിനിമ കണ്ടുവന്ന് നാളെ ആക്ഷേപം വരും. അത് പറഞ്ഞാൽ കറക്റ്റാണ്. മിക്കവാറും നാളെ അതായിരിക്കും ആക്ഷേപം. അതായിക്കോട്ടെ എന്ന് വിചാരിച്ചു. ഞാൻ പറഞ്ഞു, ഇന്ന് കുറേ മീറ്റിങ്ങുകളുള്ളതുകൊണ്ട് ഞാനിന്ന് മുഴുവനായി ഇന്ന് സിനിമ കാണുന്നില്ല. ഞാൻ തീർച്ചയായും കണ്ടിട്ടുള്ള മുഴുവൻ കാര്യങ്ങളും പറയും. നമ്മുടെ തലമുറയെ അറിയണം, വരാനിരിക്കുന്ന തലമുറകളും അവരാരാണെന്ന് അറിയണം. അതൊരു വലിയ സന്ദേശമാണ്. ദയാബായി എന്ന് പറയുന്നത് ഇത് ആരെ പേര് നേരത്തെ മുൻകൂട്ടി കണ്ട് ഇതുപോലെ അല്ല ഞാൻ പറയുന്നത്. അക്ഷരാർത്ഥത്തിൽ അത് അല്ലേ എല്ലാവരുടെയും ആ ദയാബായി ഫൗണ്ടേഷൻ അതിൻ്റെ പ്രവർത്തനത്തിന് ഞാനിത് പരസ്യമായിട്ട് പറയാത്തത്, എന്ത് സഹായം വേണമെങ്കിലും ചെയ്യും. ഞങ്ങളെല്ലാവരും എൻ്റെ കൂടെ ഉണ്ടാവും. എവിടെ വേണമെങ്കിലും, എവിടെ ഓഫീസ് നടക്കണമെങ്കിലും, എവിടെ അതിൻ്റെ പ്രവർത്തനം തുടങ്ങണമെങ്കിലും എന്ത് വേണമെന്ന് ഞങ്ങളോടൊരു വാക്ക് പറഞ്ഞാൽ എവിടെ വേണമെങ്കിലും ഓഫീസ് തുറക്കാനും പ്രവർത്തിക്കാനും ഉള്ള എല്ലാ സഹായം ചെയ്ത് ഒന്നും നോക്കണ്ട. അതിന് തീർച്ചയായിട്ടും അത് ചെയ്യണം. എവിടെയാണെങ്കിലും കാസർഗോഡ് വേണമെങ്കിൽ കാസർഗോഡ്, തിരുവനന്തപുരത്ത് വേണമെങ്കിൽ തിരുവനന്തപുരത്ത്. നമുക്ക് വരുമല്ലോ ഇടയ്ക്കിടയ്ക്ക് ഇവിടെ, ഞങ്ങൾക്ക് കാണുകയും ചെയ്യാമല്ലോ. അല്ലെങ്കിൽ വരില്ല, അല്ലെങ്കിൽ അവിടെ തന്നെ പോവുള്ളൂ. അപ്പോൾ സത്യത്തിൽ ഞാൻ വരുന്ന സുഹൃത്തുക്കളെ എല്ലാവരെയും അതിനുവേണ്ടി പ്രവർത്തിച്ച എല്ലാവരെയും ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. തീർച്ചയായിട്ടും ഇത് ഏറ്റവും അടുത്ത ദിവസം തന്നെ മുഴുവനായി തന്നെ അത് കാണും എന്നുള്ള വാക്കുകൂടി നൽകിക്കൊണ്ട് ഞാൻ ഈ ഡോക്യുമെൻ്ററി പ്രകാശനം ചെയ്യുന്നതായിട്ട് അറിയിക്കും. ഒരു വാക്ക് വിട്ടുപോയി. വാസ്തവത്തിൽ എൻ്റെ കൊച്ചുമകൻ കൂടെ ഇവിടെ വരാനിരുന്നതാ. അവൻ നിരാഹാരത്തിരുന്നപ്പം സാറിൻ്റെ കൂടെ ഇരുന്നിട്ടുള്ള അമ്മയും കാസർഗോഡ് നിന്ന് തന്നതായിരുന്നു. അമ്മയും അവനും അനിയത്തിയും കൂടെ. അവൻ്റെ നാക്ക് ഇങ്ങനെ കിട്ടിയപ്പോലെ വെള്ളം കുടിക്കുന്ന പാത്രം തന്നെ 2 ദിവസം ഒരു മോള് മരിച്ചു. ഇങ്ങനെയായിരുന്നു. ഒരിക്കലും മുഖം അടങ്ങിയല്ല. ഇങ്ങനെയുള്ള ധാരാളത്തിലുള്ള വൈകല്യങ്ങളുള്ള കുട്ടികളുണ്ട്. അവർക്ക് ഏറ്റവും ആദ്യം എൻ്റെ കഴിഞ്ഞ നിരാഹാരത്തിലെ ആദ്യത്തെ ഡിമാൻഡ് എയിംസിന് വേണ്ടിയിട്ട് കാസർഗോഡിൻ്റെ പേര് കൊടുക്കുക. അന്ന് എന്നോട് പറഞ്ഞു അത് ചർച്ച പോലും ചെയ്യാൻ. എവിടെയാ? കോഴിക്കോട്. ഏഷ്യയിലെ നമ്പർ 1 മെഡിക്കൽ കോളേജുള്ള കോഴിക്കോടാണ്. അവിടെ ഇതുപോലെ എയിംസിൽ എനിക്ക് നല്ല വിശ്വാസമുണ്ട്. ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ ഞാനന്ന് ഒട്ടും ഫേമസ് അല്ല. എന്നിട്ട് പോലും ഡൽഹി കൊണ്ടുപോയി ശരിക്കും ഇവർക്ക് വേണ്ടിയത് റിസർച്ചും ഡയഗ്നോസിസും ദെൻ ട്രീറ്റ്മെൻറ്റ്. അത് എയിംസിനെ പറ്റുള്ളൂ. ഇവിടെ 30 വർഷം കിടന്ന് കൊച്ചു കുഞ്ഞിനെ പോലെ ആയ കേസ് പോലും പോളിയോയാണ്, അതാണ് ഇതാണെന്നും പറഞ്ഞ് എഴുതി തള്ളിയിരിക്കുന്നതാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് എയിംസിനെ കാസർഗോഡ് കൊണ്ടുവരാൻ അവർ തൊടുന്നതിനെല്ലാം മംഗലാപുരത്ത് പോയി ലൂട്ട് ചെയ്യപ്പെടുകയാണ്. സോ എനിക്ക് എല്ലാ മക്കൾക്ക് വേണ്ടിയിട്ട് പറയാനുള്ളത് ആദ്യമായിട്ട് എയിംസ് ഒരു ബാക്കി കാര്യങ്ങൾ പിന്നെ ഇത് ചെയ്യുക. ഇവർക്ക് വേണ്ടിയിട്ട് ഇവർക്കൊരു ജീവിതം കൊടുക്കണമെങ്കിൽ ഇതൊക്കെയുള്ളൂ. ഇവരുടെ കാര്യം പറയാൻ അധികമൊന്നുമില്ല. എൻ്റെ പാട്ടിൻ്റെ ലാസ്റ്റ് 2 ലൈൻ പാടിക്കൊണ്ട് ഞാൻ നിർത്തിക്കോളാം. കളിയില്ല, ചിരിയില്ല, കൂട്ടുകാരില്ല, കഥയില്ല, കനവില്ല, ജീവിതമില്ല, കണ്ണുണ്ടോ കല്ലിയും കാഴ്ചകൾ കാണാൻ,
കാതുണ്ടോ സ്വരമില്ലാരോദനം കേൾക്കാൻ? ഒരു കൈ തരൂ, ഒരു താങ്ങാകൂ, നെഞ്ചോട് ചേർക്കൂ, ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകൂ, ഒരു ജീവിതം ഞങ്ങൾക്ക് നൽകൂ. കോൺസ്റ്റിറ്റ്യൂഷനിൽ പറഞ്ഞിരിക്കുന്ന ആ ആർട്ടിക്കിൾ 21 അന്തസ്സോടെ ജീവിക്കാൻ ഞങ്ങളെ അനുവദിക്കുക. അതിന് എല്ലാവരും കൂടെ സഹകരിച്ച് വേണ്ടുന്നതൊക്കെ ചെയ്യണമെന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു.